ഹലോ, വെൽക്കം ബാക്ക്. ഈ വീഡിയോ നിങ്ങൾ തമ്മനയിൽ കണ്ട പോലെ തന്നെയാണ്. എങ്ങനെയാണ് ഞാൻ എൻ്റെ ഈ ഒരു ക്യൂട്ട് വിഷൻ ബോർഡ് സെറ്റ് ചെയ്തെടുത്തതെന്നാണ് പറയാൻ പോകുന്നത്. A3 സൈസിലാണ് ഞാനത് എടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, സോ ഇതാണ് എൻ്റെ ഒരു കുഞ്ഞ് ഭയങ്കര സിമ്പിൾ വിഷൻ ബോർഡാണ്. എനിക്ക് അച്ചീവ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇതിൽ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ശരിയാക്കേണ്ടത്? ഈ വിഷൻ ബോർഡ് എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ കേട്ടിട്ടില്ലാത്തൊരു കാര്യം ആദ്യം കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുമല്ലോ, വിഷൻ ബോർഡോ, അപ്പോൾ അതൊക്കെ എങ്ങനെയായിരിക്കും കയ്യിൽ കിട്ടുന്നത്, മീൻസ് ഇത് എങ്ങനെയായിരിക്കും ഇതിങ്ങനെ സെറ്റാക്കി എടുക്കുന്നത് എന്നൊക്കെ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ചൊരു ഐഡിയ ഉണ്ടാകത്തില്ല. ഞാൻ ഒത്തിരി വീഡിയോ സെർച്ച് ചെയ്ത് എങ്ങനെയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഞാൻ ചെയ്തത്, ഇതിന് എത്ര രൂപയായി, നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം ചെയ്യാനുള്ളത് ക്യാൻവ ആപ്പ് ഡൗൺലോഡ് ചെയ്യാന്നുള്ളതാണ്. ക്യാൻവ ഉള്ളവരാണെങ്കിൽ വീണ്ടും ഡൗൺലോഡ് ചെയ്യണ്ട. സോ ഞാനിവിടെ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്പാണ്. അപ്പോൾ ഞാൻ ക്യാൻവ എടുത്തു. ഓക്കെ, നിങ്ങൾക്ക് അറിയാമായിരിക്കും ക്യാൻവയിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. തംബ്നെയിൽ എഡിറ്റ് ചെയ്യാം, അതുപോലെ CV പ്രിപ്പയർ ചെയ്യാം, ഡോക്ക് പ്രസൻറ്റേഷൻസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ക്യാൻവയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് ചെയ്യുക, വിഷൻ ബോർഡ് A3 ടെംപ്ലേറ്റ്സ് സെർച്ച് ചെയ്യുക. വിഷൻ ബോർഡിൻ്റെ A3 ടെംപ്ലേറ്റ് സെർച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് കുറച്ച് ടെംപ്ലേറ്റ്സ് ഇങ്ങനെ വന്നിട്ടുണ്ട്. സോ ഞാനിതിൽ ഒരു ടെംപ്ലേറ്റ് ചൂസ് ചെയ്യാൻ പോവാണ്. ഇതിൽ കുറച്ച് ഫോട്ടോസ് മാത്രമേ ഉള്ളൂ, ലൈക്ക് 1 2 3 4 5 6 7 8 9. നിങ്ങൾക്ക് അതുപോലെ ഇഷ്ടമുള്ള ഡിസൈൻസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇപ്പം വേറൊരു ഓക്കെ, ലെറ്റ് ഇറ്റ് ബി ദിസ്. ഓക്കെ, ഇതാണ് കേട്ടോ, ഒരു ടെംപ്ലേറ്റ് എടുത്തു. ഇനി നിങ്ങൾക്ക് ജസ്റ്റ് ഓരോ ഇമേജും സെലക്ട് ചെയ്ത് അതിനെ നമുക്ക് റീപ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് അതിൽ നേരെ പോകുന്നത് നിങ്ങളുടെ ഗാലറിയിലേക്കായിരിക്കും. അതിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള ഫോട്ടോസ് നിങ്ങൾക്ക് അതിൽ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും. എന്നിട്ട് നിങ്ങളത് സേവ് ചെയ്യേണ്ടത് ഇതിങ്ങനെയാണ്, ഈ ബട്ടണിലാണ് അമർത്തേണ്ടത് കേട്ടോ. എന്നിട്ട് നിങ്ങൾ ഡൗൺലോഡ് കൊടുക്കുക. ഡൗൺലോഡിൽ നേരെ ചെയ്യേണ്ടത് PDF പ്രിൻ്റ് ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, സോ PDF പ്രിൻ്റ്, അത് കഴിഞ്ഞിട്ട് ഡൗൺലോഡ് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഫോട്ടോസൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഇമേജ് നിങ്ങളുടെ ഗാലറിയിലേക്ക് സേവ് ചെയ്യുക. ലൈക്ക് PDF ആയിട്ടാണ് സേവ് ചെയ്യുന്നത്. അത് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. തൽക്കാലം നിങ്ങളുടെ സ്വന്തം വാട്സാപ്പിലേക്ക് ഷെയർ ചെയ്ത് ഇടുക. ഓക്കെ, നിങ്ങൾ അടുത്ത് ചെയ്യേണ്ടത് ഒരു സ്റ്റുഡിയോയിൽ പോവുക. അത് പ്രിൻ്റ് എടുക്കേണ്ടത് ലേസർ പ്രിൻ്റാണ്. 300 GSM-ലാണ് നിങ്ങൾ എടുക്കേണ്ടത്. GSM എന്ന് പറയുമ്പോൾ അത്യാവശ്യം കുറച്ച് കട്ടിയുള്ളത്. ഇത് 300 GSM-ലാണ് ഞാൻ എടുത്തത്. ലേസർ പ്രിൻ്റാണ് എടുത്തത് കേട്ടോ. ഇച്ചിരി കട്ടിയുണ്ട്, ബട്ട് ഒരുപാട് കട്ടിയില്ല, ഇത്തിരി കട്ടിയുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് 300 GSM എന്ന് പറയുന്നത്. എനിക്കും വലിയ ഐഡിയ ഒന്നുമില്ല, എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ എടുത്തത്. എനിക്ക് ഹാങ് ചെയ്തിടാനാണ് പ്ലാൻ. അപ്പോൾ ഇങ്ങനെ ഹാങ് ചെയ്തിടുമ്പോൾ ചിലപ്പോൾ കാറ്റൊക്കെ അടിച്ചിട്ട് ഇതിന് അത്ര കട്ടിയൊന്നുമില്ല നമ്മൾ വിചാരിക്കുന്ന പോലെ, കുറച്ച് കട്ടിയുണ്ട്. ഓക്കെ, പക്ഷേ കാറ്റൊക്കെ അടിക്കുമ്പോൾ ഈ സാധനം ചിലപ്പോൾ കിടന്ന് ആടും. അതുകൊണ്ട് കുറച്ചുകൂടി തിക്നെസ്സിന് വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ ബാക്കിൽ കാർഡ്ബോർഡാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി കട്ടിക്കിരിക്കും. ഞാനിത് വൈറ്റ് പേപ്പർ വെച്ചിട്ട് ഇനി ജസ്റ്റ് ഒന്ന് ഒട്ടിക്കും, ജസ്റ്റ് ഫോർ എ രസം. അങ്ങനെ ഒട്ടിക്കണമെന്നും ഒരു നിർബന്ധവും ഇല്ല. ഇനി എനിക്കിതിനെ മൊത്തത്തിൽ ഇത് സെറ്റ് ചെയ്ത് പ്രിൻ്റ് ചെയ്ത് കിട്ടാനായിട്ട് ചിലവായത് ആകെ 25 രൂപയാണ്. അപ്പോൾ 25 രൂപയുടെ മുതലാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. സാധനം നല്ല വൈബായിട്ടുണ്ട്. ഇത് വർക്കൗട്ട് ആവുമെന്നും എനിക്കറിയില്ല, പക്ഷെ വർക്കൗട്ടാക്കി എടുക്കണം. കാരണം ഞാനിത് ഒരുപാട് നാളായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. 2025 പൊളിക്കണം. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് എന്നുള്ള രീതിയിൽ ഞാൻ എൻ്റെ ഒരു വിഷൻ ബോർഡ് സെറ്റ് ചെയ്തെടുത്തു. ഇതിലും നന്നായിട്ട് നിങ്ങൾക്ക് ചെയ്യാം. നല്ല നല്ല ടെംപ്ലേറ്റ്സ് ക്യാൻവയിലുണ്ട്. ഇത്രയേ ഉള്ളൂ, എക്സ്പെൻസ് കുറവാണ്, നല്ല ക്യൂട്ട് സാധനം നിങ്ങളുടെ കയ്യിലിരിക്കും. ഞാനിതിപ്പോൾ വോളിലൊന്നും തൂക്കിയിട്ടില്ല. ഒരു ത്രെഡ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്, അപ്പോൾ ഹാങ് ചെയ്തിടാണ് എൻ്റെ പ്ലാൻ. പക്ഷെ അത് തൂക്കിയിടാനുള്ള ഫെസിലിറ്റി ഇപ്പോൾ ഇവിടെ ഇല്ല, ആണിയും ഇല്ല. അപ്പോൾ ഞാൻ അതിന് എന്തെങ്കിലും ഒരു വഴി ഒപ്പിക്കണം. തൽക്കാലം ഞാനിപ്പോൾ ജനലിൽ ചാരി വെച്ചേക്കാണ്. അപ്പോൾ അത്രേ ഉള്ളൂ ഗായ്സ്. ഇത്ര സിമ്പിളാണ് സാധനം. നിങ്ങൾക്ക് തന്നെ വീട്ടിലിരുന്ന് അതിൻ്റെ ടെംപ്ലേറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്യാം. ഒരു പ്രിൻറ്റിങ് ഷോപ്പിൽ പോവുക, അത് പ്രിൻ്റ് എടുക്കുക, ഇത്രേ ഉള്ളൂ. അപ്പം ഓക്കെ, ബൈ. അപ്പോൾ 2025 എല്ലാവരും പൊളിക്കുക, വിഷൻ ബോർഡൊക്കെ സെറ്റ് ചെയ്ത്. ഓക്കെ, ബൈ.